പിന്നെ ഈ ബ്രൈസറിൻ്റെ കയ്യാണക്കത്തൊരു കുപ്പായും ഇങ്ങനെ ടൈറ്റായിലെ ജീൻസ് പാൻറ്. ഹലോ ഗീതേ, ഞാൻ വനജയാന്നിനെ. ഞാൻ നിന്നെ എന്തിനാ വിളിച്ചിനി, ഒരു കാര്യം പറയാനാണ്. ഞാൻ ഇന്ന് ടൗണിൽ പോയിട്ടുണ്ടായിനി. അപ്പം ഞാൻ വരുമ്പോൾ നമ്മളെ ലീലേൻ്റെ വീട്ടിൻ്റെ മുമ്പിലാന്ന് വന്നിനി. അവിടെ നല്ല റോഡല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കുണ്ട് ഒരു 5 മണി 5:30 ആയിനി സമയം. പിന്നെ മോളെ ഒരു ചെക്കൻ ബൈക്ക് കൊണ്ടുവന്നിട്ട് ഓളെ വീട്ടിലാക്കുന്നു. എന്നിട്ട് ആ ചെക്കൻ ലീലക്ക് ടാറ്റയും കൊടുത്തിട്ട് പോയി. ഞാൻ ചോദിച്ചു, അല്ല മോളെ അതാരും ഇനിയിപ്പോൾ കൊണ്ടുവന്നാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഓള് പറയുന്നത് ഫ്രണ്ടാന്ന് ആൻറ്റി, നിനക്ക് ബസ് കിട്ടിയിട്ടാ, അതുകൊണ്ട് ഓൻ കൊണ്ടാക്കിയത്. ഇനി ബസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അടുത്ത ബസ്സിന് വന്നു. പിന്നെ കണ്ട ചെക്കന്മാരപ്പുറം കയറി വരാൻ നിൽക്കണ. അതല്ലാന്ന് ലീലക്ക് അതിന് സപ്പോർട്ട്. ഓളും ടാറ്റ കൊടുത്തു ആ ചെക്കന്, ആയിക്കോട്ട് മോനെ. നീ ഓളെ വേഷം നീ കാണുന്ന ആ പെണ്ണിൻ്റെ. പിന്നെ ഈ ബ്രൈസറിൻ്റെ കയ്യാണക്കത്തൊരു കുപ്പായും ഇങ്ങനെ ടൈറ്റായിലെ ജീൻസ് പാൻറ്റും. പിന്നെ മുടിയെല്ലാം ആകെ അയച്ചിട്ടിട്ട് കെട്ടിയിട്ടൊന്നുമില്ല. എന്തെന്ന് പിന്നെ വീട്ടത്താണെങ്കിൽ ഒരുപാട് മേക്കപ്പും. ഇങ്ങനെയാണ് ആ ചെക്കൻ്റെ പരം വന്ന്. എന്തെന്ന് കാലത്തിൻ്റെ ഒരു തൂക്ക് ലീല ഇങ്ങനെ വിടുന്നുണ്ടല്ലോ ഓളെ മോളെ കയറൂരി വിടുന്നു. ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ ഇപ്പം ശരിയുണ്ട്. ഞാൻ പറഞ്ഞു എന്നാലും ലീലയിലൊരു അമ്മയാണ്, ഒരു പെണ്ണ് കുഞ്ഞിയല്ലേ അത്. അതിന് നാളൊരു കല്യാണമെല്ലാം വരുമ്പോൾ ഇതെല്ലാം മോശമല്ലേ. ഞാൻ പിന്നെ നിന്നോടിത് പറഞ്ഞേ ഇല്ലു. എനിക്കിത് നിന്നോട് പറയാത്തോണ്ടൊരു സമാധാനമില്ല. ആയിക്കോട്ടെ എന്നാലും നീ ഇതാരോടും പറയാനൊന്നും പോണ്ടാട്ടാ. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ശരി. ആയിക്കോട്ടെ.